ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഹെയർ നല്ല ഭംഗിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ഫങ്ഷനോ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് പുറത്തിറങ്ങുമ്പം നമ്മുടെ ഹെയർ ഭയങ്കര കേളി ഹെയറൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പല ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഹെയർ വെച്ചിട്ട് നമുക്ക് നല്ല ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫങ്ഷനൊക്കെ വരുമ്പം നമ്മുടെ ഹെയർ നല്ല ഭംഗിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു സ്ട്രെയിറ്റ്നർ വേണം, കയ്യിലുള്ളതാണ്. അതുപോലെ നമുക്കിപ്പോൾ എന്ത് ആവശ്യത്തിനും, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ നമുക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ നമുക്ക് പെട്ടെന്ന് സലൂണിൽ പോയിട്ട് സ്ട്രെയിറ്റ് ചെയ്യേണ്ട ആ ഒരു ഇതൊന്നും നമുക്ക് കാണില്ല. ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പൈസയുടെ ചിലവ്, ഇപ്പം നമുക്ക് സലൂണിലൊക്കെ ഒരു പ്രാവശ്യം പോകുന്നതിന് തന്നെ നമുക്ക് ഇത്രയും നമ്മുടെ ഹെയർ ഫുള്ള് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 1000 റുപ്പീസ് കിട്ടും, അല്ല പോവും കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്കത് അത്രയും ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് 1000 റുപ്പീസിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ആയാലും നമുക്ക് വല്ലപ്പോഴും ആയാലും അത് യൂസ് ചെയ്യാമല്ലോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണ സ്ട്രെയിറ്റ്നേഴ്സിൻ്റെ റേറ്റൊക്കെ ഞാൻ നോക്കുമ്പം 15,000 20,000 അങ്ങനെയൊക്കെയാണ്. അത് കൂടുതൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഇത് നല്ലൊരു നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ്നറാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല, വേഗയുടെ സ്ട്രെയിറ്റ്നറാണ്. വേഗ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്ട്രെയിറ്റ്നറാണ്. സൂപ്പർ സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എല്ലാം ഞാൻ വീഡിയോ കാണിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും വീഡിയോ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വീഡിയോയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്ട്രെയിറ്റ്നർ ഞാൻ കാണിച്ചു തരുന്നത് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കി പ്രവർത്തനമൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. അതിൽ ഞാൻ കുറച്ച് ഹെയർസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും അത് സംതൃപ്തി ആവണം എന്നില്ല. സോ ഞാൻ അതുകൊണ്ട് കുറച്ചുകൂടെ ഹെയർ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം, ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹെയർ നല്ല ഷാംപൂ ഡ്രൈഡ് ആയിരിക്കണം എന്നുണ്ട്. ഇപ്പം എൻ്റെ ഹെയർ ഷാംപൂ അല്ല, കുറച്ച് ഓയിലൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ച് ഓയിൽ കൂടെ ഉള്ള ഹെയറാണ് എൻ്റെത്. കാരണം ഞാനിപ്പം എന്തുകൊണ്ടെന്ന് ഷാംപൂ ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കും എനിക്ക് കംഫർട്ടബിൾ ചൂടും അതുമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഷാംപൂ ചെയ്യാത്തത്. ഷാംപൂ ചെയ്താൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 to 2 hours എന്ന് പറയുന്നത് ഒരു 3 hours വരെ പോകും. അല്ലാതെ നമ്മളിപ്പം ഓയിലി ആയിട്ടുള്ളത് ഇതുപോലെ ഡ്രൈഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ മാത്രമേ കാണുള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ ഇത് മതി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഹെൽപ്ഫുള്ളാണ്, എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായ കാര്യമാണ്. അപ്പം ഞാനിത് നേരത്തെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളത്, അതായത് ഷാംപൂ ഡ്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം. ഇത് യൂസ് ചെയ്ത് ഇതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു വേഗയുടെ ഒരു ഹെയർ ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ആവിയിൽ ബലവും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നില്ല, ഞാൻ ഫസ്റ്റ് ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു 1000 റുപ്പീക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുമാണ് ഞാൻ വാങ്ങിയത്. 1 വർഷം എന്തോ ആയി ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് സ്വിച്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഓൺ ആക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന്, നമ്മുടെ ഹെയറിൽ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സ്പ്രേ ഹെയറിൽ യൂസ് ചെയ്യണം. അതായത് പ്രൊട്ടക്ഷൻ സ്പ്രേ. ഈ ഒരു ബി ബ്ലണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹെയർ പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. ഇത് ഞാൻ ആ ടൈമിൽ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് ഇത് നല്ലൊരു പ്രൊട്ടക്ഷൻ സ്പ്രേ ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. നല്ലതാണ്. എനിക്ക് അങ്ങനെ യൂസൊന്നും ചെയ്തിട്ടില്ല, അധികകാലം ഞാൻ യൂസൊന്നും ചെയ്തിട്ടില്ല, കുറേ ഉണ്ട്. അതുകൊണ്ട് കുറേ കാലമല്ല, ഒരു
എത്ര മാസമായിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്തിട്ട് വേണം, നമ്മൾ എവിടെയാണ് ഏത് ഭാഗമാണോ സ്ട്രെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ഫുള്ള് യൂസ് ചെയ്യണം. അല്ലാതെ നമുക്ക് കുറച്ച് ഭാഗമാണെങ്കിൽ അവിടെ മാത്രം ഇതൊന്ന് കയ്യിൽ കാണിച്ചു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കി. അപ്പം തെറ്റില്ല, അതുകൊണ്ടാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാ ഇവിടെ നിന്ന് കുറച്ച് ഹെയർ ഞാനിപ്പോൾ കെട്ടിയിട്ട് വച്ചേക്കുന്നതായിരുന്നു. ആകോട്ടെ, ഇത്ര ഹെയർ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഹെയർ ഇതിപ്പോൾ സ്ട്രെയിറ്റ് പോലെയാണുള്ളത്. ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു നാച്ചുറൽ ഹെയർ ആണ്, കണ്ടോ, കാണാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഞാൻ വെട്ടത്തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഹെയർ പ്രൊട്ടക്റ്റീവ് സ്പ്രേ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണം. സോ ഞാനിതൊന്ന് യൂസ് ചെയ്താണ്. ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഹെയറിൽ തന്നെ യൂസ് ചെയ്യണം. വാവയുടെ ബലമൊക്കെ നമുക്ക് വീഡിയോ കേൾക്കാൻ കേട്ടോ. ആൾ ഉറങ്ങിക്കിടന്നാണ് എൻ്റെ സൗണ്ട് കേട്ട് എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിത് തേച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഇത്രയും മഴ കാണിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കി അപ്പോൾ ഇങ്ങനെ ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും കേട്ടോ. ഇനി നമ്മളിത് ഇവിടെ ഒരു സാധനമുണ്ട്, കാണാൻ നേരത്തെ കാണിച്ചിരുന്നത് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാ കണ്ടോ, അവിടെ ഒരു റെഡ് ലൈറ്റ് വെക്കും. ഇതാണ് ഓൺ ആയെന്നുള്ളതിൻ്റെ കാര്യം. ഇത് കുറച്ച് നേരം ചൂടാവണമല്ലോ. നമുക്ക് ഇസ്തിരിപ്പെട്ടി ആയാലും നമുക്ക് കുറച്ച് നേരം നമ്മൾ വെച്ചേക്കില്ലേ ചൂടാവാൻ വേണ്ടി, അതുപോലെ ഇതൊന്ന് ചൂടാവാൻ വേണ്ടി കുറച്ച് നേരം വെച്ചേക്കണം. അപ്പോഴത്തേക്ക് നല്ല ചൂടാവും. ഞാൻ സാധാരണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓണാക്കിയതിന് ശേഷം ഡയറക്റ്റ്ലി ഞാൻ കൊണ്ട് വെക്കത്തില്ല. ഞാൻ കുറേ നേരം വെച്ചിരുന്നതിന് ശേഷം ഇത് ഹീറ്റായിട്ട് ഇത് ഞാൻ സ്വിച്ച് ഓഫ് ആക്കും. എന്നിട്ടാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. കാരണം എയർ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സജഷനാണ്, വേണമെന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് ഓയിലി ഹെയർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് സ്ട്രെയിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓയിൽ ഹെയറിലുള്ളതല്ലേ. എന്നാലും ഞാൻ കാണിച്ചത് നല്ല സ്ട്രെയിനറാണ് കേട്ടോ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സ്ട്രെയിനറാണ്. ഇപ്പം നമുക്കിപ്പം വെളിയിൽ പോയി സലൂണിലൊക്കെ പോയി ചെയ്യുന്നതിന് 1000 rupees ആവും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്തിനെങ്കിലും വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ക്യാഷ് കളയണ്ടല്ലോ. ഗവൺമെൻറ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഞാനത് യൂസ് ചെയ്ത് കാണിച്ചത്. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്, ചെറിയ ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ എയറിൽ ഓയിലുള്ളത് കേട്ടോ, അല്ലാതെ തന്നെ ആയിട്ടുണ്ട്. ഓയിൽ ഉണ്ടായിരുന്നിട്ടും ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയാവുമെന്ന്. ഇതുപോലെ കുറച്ച് ഞാൻ പ്രസ് ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓഫ് ചെയ്യണം. എനിക്ക് പുക കാണുമ്പോൾ പേടി തോന്നും, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. ഇത് ഓൾറെഡി ആയിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനിത് വെട്ടത്തിൽ വെച്ച് കാണിച്ചു തരാം. അത് കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഫുൾ ഹെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഇതാ കണ്ട ഓയിലുള്ള ഹെയറാണ്. ഓയിലുള്ള ഹെയറിലാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പോലും ഇതാ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് സലൂണിലൊക്കെ പോയി പൈസ കളയുന്നതിനെക്കാട്ടിലും ഇത് ചെയ്യാൻ കേട്ടോ. ഇത് നല്ലൊരു സ്ട്രെയിനറാണ്. ഇതാണ് സംഭവം, വേണമെന്നുള്ളവർ കാണണം കേട്ടോ. ഇത് ഫ്ലിപ്പിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കടയിലൊക്കെ പോയത് കാണാം കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന്. ഇത് ഞാൻ വാങ്ങിയത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്, അതുകൊണ്ട് ഇത് കാണാൻ പറ്റും. നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ സ്മൂത്തനിങ് പോലെ ഞാൻ രണ്ടും ചെയ്തു. ബ്ലോ ഡ്രൈയും ചെയ്തിട്ടുണ്ട്, സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, വേറൊരു വീഡിയോ പറയാം കേട്ടോ. അതിന് ഫുൾ വീഡിയോ ആയിട്ട് വേറൊരു എൻ്റെ എക്സ്പീരിയൻസും എനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ അത് പറയാം. എന്തുകൊണ്ട് പിന്നെ നാച്ചുറൽ ഹെയറിലോട്ടൊക്കെ വന്നെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ദൈക്കുട്ടി ഒന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം ഒരു ഹെയർ സെറം കൂടെ യൂസ് ചെയ്യണം കേട്ടോ.
ഹെയർ സെറം കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സമ്മതിക്കുന്നില്ല, കണ്ടോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം.